താലി എന്തിനിട്ട് നടക്കണതാ ക്ലീറ്റോ? അതാണ് വിഷമം. താലി നമുക്ക് നേരെ കൊണ്ടുവന്ന നമ്മളെ പ്രവീണിൻ്റെ ശ്രീ ഫൈനാൻസിൽ കൊണ്ടുവന്ന് പണയം വയ്ക്കാം. അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ആണോ? ക്ലീറ്റോന് അറിയില്ല, ഒരു വിധത്തിലുള്ള സപ്പോർട്ടും ഇല്ലാതെ ഒരു സ്ത്രീ എങ്ങനെ ഒരു കുടുംബത്തിൽ ജീവിക്കും. സ്ത്രീയുടെ ഇപ്പോഴത്തെ പ്രശ്നം താലിയാണോ അതോ ഭർത്താവാണോ എന്താണെന്നൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. എനിക്കെല്ലാം പ്രശ്നം ക്ലീറ്റോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ക്ലീറ്റോന്റെ പെങ്ങള് അവളുടെ ഭർത്താവ് കൂടെ ഉണ്ട്, ആങ്ങളെ കൂടെ ഉണ്ട്, എൻ്റെ മോള് അവളും അവരുടെ കൂടെ ഉണ്ട്. എനിക്ക് ആരുണ്ട് ഇവിടെ? ഓ അത് ശരി. ഇപ്പൊ നിനക്കിപ്പോ ആരുമില്ലെന്നാണ് പറയണേ? ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എൻ്റെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ ആരുമില്ല. ഓ കഴിവ്, അതാണ് കാര്യം പറഞ്ഞു വരുന്നത്. ക്ലീറ്റോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ കൊള്ളൂല അവളുടെ നല്ലതെന്നൊക്കെ. ഞാൻ നിൻ്റെത് കൊള്ളൂലെന്ന് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞല്ല, അവളുടേത് നിന്നെക്കാളും ഒരു പടി കൂടെ മുന്നിലാണ്. കാരണം അവൾ ഈ ഡാൻസും അത് ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പെങ്കൊച്ചല്ലേ. അത് മാത്രമല്ല, അവൾക്ക് ആ ഒരു പടി മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവരും ഉണ്ട് കൂടെ. എനിക്ക് ആരെങ്കിലും ഉണ്ടോ? അയ്യോ നിൻ്റെത് മോശമൊന്നും ഞാൻ പറഞ്ഞില്ല. നീ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ട്. ഇനിയിപ്പോൾ ഇതൊരു മത്സരമല്ലേ, അതിലിപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് വാങ്ങിക്കണത് അപ്പോൾ കഴിവ് തെളിയുമല്ലോ. ഇപ്പേ എൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കാൻ കൂടുവോ? അയ്യോ വേറെ ഒന്നും വേണ്ട, അവൾക്ക് കൈവിട് കൈവിട് കൈവിട്. എന്തിനാണ് ക്ലീറ്റോ? ഞാൻ കാല് പിടിക്കാൻ ക്ലീറ്റോ. കാല് പിടിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം പിടിച്ചേക്കണ കൈയാണ്, കൈവിട്. എനിക്ക് തോള് വേദന. അതെ, ഞാൻ പാർട്ടിയിൽ ഒരുപാട് ചുമതലയായിട്ട് നടക്കുന്ന ഒരാളാണ്. ഇപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പാർട്ടിയിലുണ്ട്. അതെങ്ങനെ പരിഹരിക്കാന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ് ഞാൻ. അതിനിടയ്ക്ക് നീ നിന്റെ തമാശ കളി വിട്. ഇതൊന്നുമില്ല ക്ലീറ്റോ, വെറുതെ കൈ ഇങ്ങനെ പിടിച്ചാൽ മതി. കൈ തേതി ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഞാൻ അതിനകത്ത് കയറിയിരിക്കും. ഭയങ്കര പരിപാടിയാണ് കേട്ടാ. എടി നീ ആരോടാണ് സംസാരിക്കണത്? ഭാവിയിലെ സ്ഥലം MLA-യോടാണ് നീ തോന്നിയതൊക്കെ പറയണത്. സ്ഥലം MLA-നോട് ഭാര്യനെ എടുക്കാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ വേറെ പുറത്താരല്ലോ. എടി അവൻ വെറും ഡൂക്കിലി പോലീസുകാരൻ, അവന് ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടത്തിനൊക്കെ നിൽക്കാം. പക്ഷെ എന്നെ അതിനൊന്നും കിട്ടൂല. അതല്ല നിന്നെ എങ്ങനെ എടുത്ത് പോക്കാൻ നിൽക്കണേ? ഞാൻ വെള്ളയ്ക്ക് ഊരി വെച്ചിട്ട് മാർക്കറ്റിൽ പോയി ലോഡിങ്ങിന് ഇറങ്ങിയാ പോലെ. അയ്യോ ഈറ്റോ